മക്കളെ, അപ്പോൾ നമ്മൾ ഒരുമയുടെ ആഘോഷം എന്ന് പറയുന്ന ഒരു പാഠഭാഗമായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഉനൈസും അനഘക്കുട്ടിയൊക്കെ കുറേ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മക്കളെ? നമുക്കറിയാം, നല്ല ഭംഗിയുള്ളൊരു പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെ നമ്മുടെ പൂക്കളം നമുക്ക് നോക്കണ്ടേ? നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ കേട്ടു. ഇനി നമുക്ക് ആ ഒരു പൂക്കളം കണ്ടു നോക്കിയാലോ? അപ്പൊ നോക്കിക്കേ, ഇതാണ് അവരുണ്ടാക്കിയിട്ടുള്ള പൂക്കളം അല്ലേ. അപ്പൊ ഈ പൂക്കളം നോക്കുന്ന സമയത്ത് ഒരു ഭംഗിയില്ല അല്ലേ. കാരണം എന്താണ്? പൂവൊന്നും ഇട്ടിട്ടില്ല അല്ലേ. അപ്പൊ ഈ പൂക്കളം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നിറം നൽകി നല്ല ഭംഗിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ അനഘക്കുട്ടിയും ഉനൈസും നമുക്ക് കുറേ പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. ആ ഒരു പൂക്കളൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു പൂക്കളം നല്ല ഭംഗിയായിട്ട് പൂവിടാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ പൂവില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നിറം നൽകാം അല്ലേ. അപ്പൊ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? നിറം നൽകാൻ വേണ്ടി പഠിക്കണം. അപ്പൊ നിറം കൊടുക്കാം അല്ലേ. നമ്മുടെ കയ്യിൽ ഒത്തിരി പെൻസിൽസ് ഉണ്ട് അല്ലേ. നിറം കൊടുക്കാൻ വേണ്ടി ഒത്തിരി നിറങ്ങളുണ്ട്. ആ നിറം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പൂക്കളത്തിനെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പൂക്കളാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മക്കൾ റെഡിയാണോ? അപ്പൊ നോക്കിക്കേ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കുറച്ച് മഞ്ഞ പൂവ് നമുക്ക് എന്ത് ചെയ്യാം? നടുവിലിടാം അല്ലേ. അപ്പൊ ഇതേ ഈ ഒരു നടുവില് നമുക്ക് നല്ലൊരു മഞ്ഞ പൂവ് വെച്ചാലോ? റെഡിയാണോ? അപ്പൊ ദേ മിസ് കുറച്ച് മഞ്ഞ നിറം കൊടുക്കാൻ പോവാണേ. മഞ്ഞ നിറം കൊടുത്തു. രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പം നിറം കൊടുക്കുന്ന സമയത്ത് പുറത്തൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് മക്കൾ നിറം കൊടുക്കണം കേട്ടോ. അപ്പം ആദ്യം ഏറ്റവും മുകൾ ഭാഗം ഇങ്ങനെ നല്ലപോലെ നിറം കൊടുത്തതിന് ശേഷം പുറത്തൊന്നും പോവാതെ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് നിറം കൊടുത്തു കഴിഞ്ഞാലാണ് എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഏത് നിറം കൊടുക്കാം? നല്ല ചുവന്ന പൂക്കൾ ഇട്ട് കൊടുത്താലോ? നല്ല ചുവന്ന പൂക്കൾ വെച്ച് കൊടുക്കാം. അപ്പം അതേ ചുവന്ന പൂവിന് മിസ് ചുവപ്പ് നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്ന കുറേ ചെമ്പരത്തിപ്പൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആ ഒരു ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ അടുത്തതായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. ചെമ്പരത്തിപ്പൂ ഇടാൻ പോവാണേ. നോക്കിക്കേ, മിസ് ചുവപ്പ് കളർ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഹായ് അല്ലേ മിസ്, ഇതേ ചുവപ്പ് നിറം കൊടുത്തു. അപ്പം ആദ്യം നമ്മുടെ കയ്യിൽ കുറേ മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റിപ്പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പം മുക്കുറ്റിപ്പൂക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പൂക്കളത്തിന് നടുവിൽ കൊടുത്തു. അത് കഴിഞ്ഞ് നല്ല ചുവപ്പ് നിറത്തിലുള്ള കുറേ ചെമ്പരത്തി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ ചെമ്പരത്തി പൂതേ ഈ സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏത് നിറം നമുക്ക് കൊടുക്കാം? നമ്മുടെ കയ്യിൽ കുറേ മുക്കുറ്റിപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. മുക്കുറ്റിയല്ല, നമ്മുടെ കാക്കപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല നീല നിറത്തിലുള്ള കുറേ കാക്കപ്പൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ ഒരു കാക്കപ്പൂ കൊടുക്കാം അല്ലേ. ഓരോന്ന് മാറി നമുക്ക് എന്ത് ചെയ്യാം? കാക്കപ്പൂ വെച്ച് കൊടുക്കാം അല്ലേ. നീല നിറത്തിലുള്ള ഒത്തിരി കാക്കപ്പൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതേ മിസ് കാക്കപ്പൂ കൊടുക്കാൻ പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റിപ്പൂ ഇട്ടു. അതിനുശേഷം ചുവപ്പ് നിറത്തിലുള്ള കുറേ ചെമ്പരത്തിയെ മുറിച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇട്ടിട്ടുണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, ഇനി മിസ് ചെയ്യാൻ പോകുന്നത് നീല നിറം കൊടുക്കാൻ പോവാണ് കേട്ടോ. നീല നിറം കൊടുക്കാൻ പോവാണേ. നോക്കിക്കേ, ഇവിടെ നീല നിറം കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇപ്പൊ നമ്മൾ കുറേ നീല നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ കയ്യിൽ നല്ല ഓറഞ്ച് നിറത്തിലുള്ള കുറേ ജമന്തി പൂക്കളുണ്ട്. അപ്പോൾ കുറേ ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി പൂക്കൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ജമന്തി പൂക്കൾ വെച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ അതേ മിസ് ജമന്തി പൂക്കൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ, മിസ് ജമന്തി പൂക്കൾ ദേ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഓറഞ്ച് നിറത്തില് ജമന്തി പൂക്കൾ. നമുക്ക് ഇവിടെയും കൂടി ഓറഞ്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പൂക്കളത്തില് മഞ്ഞ നിറത്തിലെ മുക്കുറ്റിയുണ്ട്, ചുവപ്പ് നിറത്തില് നല്ല ചെമ്പരത്തി പൂക്കൾ വെച്ചിട്ടുണ്ട്, നീല നിറത്തിലെ കാക്കപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഓറഞ്ച് നിറത്തിൽ ആര് വെച്ചിട്ടുണ്ട്? ഓറഞ്ച് നിറത്തില് നമ്മള് ജമന്തി പൂക്കൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഏത് പൂക്കൾ വെക്കാം മക്കളെ? ഇനി ഏത് നിറാണ്? നമ്മുടെ കയ്യിൽ കുറേ റോസ് കളറിൽ
കുറേ വാടാമല്ലിപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാടാമല്ലിപ്പൂക്കൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം അല്ലേ? ഇങ്ങനെ ഓരോ ഇതളുകൾ പോലെ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നല്ല ഭംഗിയിൽ വാടാമല്ലിപ്പൂക്കൾ വെച്ച് കൊടുക്കാം. അപ്പം മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? കളറ് ചെയ്യുന്ന സമയത്ത് പുറത്തൊന്നും പോവാതെ ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നിറം കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കുക. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ പെയിൻറ് ഉണ്ടായിരിക്കും അല്ലേ? ആ പെയിൻറ് വെച്ച് എന്ത് ചെയ്യണം? പുറത്തൊന്നും പോവാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഇതുപോലെ കൊടുക്കണം അല്ലേ? പുറത്തൊന്നും പോവാതെ ഇതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്യണം. എന്നാലേ നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം മിസ്സ് ഇവിടെ എന്ത് ചെയ്യാണ്? കളർ ബോക്സ് വെച്ച് കളർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, മിസ്സ് കളർ ചെയ്തു. ഇനി ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. അപ്പോൾ നമ്മുടെ പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി പുറത്തുള്ള ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നിറം കൊടുക്കാനുണ്ട്. അപ്പോൾ പുറമേയുള്ള ഭാഗത്തിൽ നമുക്ക് എന്ത് നിറം കൊടുക്കാം? നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞ പൂക്കൾ ബാക്കിയുണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ കുറച്ച് മഞ്ഞ ജമന്തി പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കളർ മഞ്ഞ പൂക്കൾ എന്ത് ചെയ്യാം? അവിടോട്ട് ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കിക്കേ, മഞ്ഞ കളറുള്ള ജമന്തി പൂക്കൾ മിസ് ഇവിടെ ഇങ്ങനെ ചേർക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കളർ പെൻസിലൊന്നും കേടാക്കരുത്. അമ്മയും അച്ഛനും വാങ്ങിച്ചു തരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ മക്കൾ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് കളർ ചെയ്യാൻ പോവാണേ. ഇല്ലേ എന്ത് രസമാണ് കാണാന്. ഇതേ നോക്കിക്കേ, നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നോക്കിക്കേ, മഞ്ഞ നിറത്തിൽ മുക്കുത്തി ഇട്ടു, ചുവപ്പ് നിറത്തിൽ നമ്മുടെ ചെമ്പരത്തി പൂ വെച്ചിട്ടുണ്ട്, നീല നിറത്തിൽ കാക്കപ്പൂവും, ഓറഞ്ച് നിറത്തിൽ ജമന്തിപ്പൂവും, റോസ് നിറത്തിൽ കുറേ വാടാമല്ലിപ്പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് വെച്ചു. മഞ്ഞ നിറത്തിൽ കുറേ ജമന്തിപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട്, അതും വെച്ചു. അപ്പോൾ ഇത്രയും വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലുള്ള ഓണപ്പൂക്കളം റെഡിയായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മിസ് എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വാക്യങ്ങൾ പഠിച്ചു നോക്കിയാലോ? കുറച്ച് വാക്യങ്ങൾ പഠിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, ഇതെന്താ മക്കളെ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ഇതിൻ്റെ പേരാണ്, കുറേ മുത്തുകൾ കാണുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ പേരാണ് മുത്തുക്കുട. എന്താ മക്കളെ? മുത്തുക്കുട എന്നാണ് പറയാ. എങ്ങനെ എഴുതാ നോക്കിക്കേ, മുത്തുക്കുട അല്ലേ? ഇതുപോലെയാണ് മുത്തുക്കുട എന്ന് എഴുതാം. അപ്പം മിസ്സിൻ്റെ കൂടെ ഒന്ന് വായിച്ചേ. എന്താ വായിക്കുക? മുത്തുക്കുട. മനസ്സിലായോ? അപ്പം ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മുത്തുക്കുട. ഇനി അടുത്ത് നോക്കിക്കേ, ഇതെന്താണ്? പുലിക്കളിയാണ് അല്ലേ? അപ്പൊ പുലിയുടെ വേഷമൊക്കെ ഇട്ട് ഓണത്തിന് ഒരു ഓണക്കളിയുണ്ട്. അതാണ് നമ്മുടെ പുലിക്കളി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ പുലിക്കളി എന്ന് എങ്ങനെ എഴുതാ നോക്കിക്കേ? പുലിക്കളി അല്ലേ? ഇതുപോലെയാണ് പുലിക്കളി നമ്മൾ എഴുതുന്നത്. അപ്പൊ പുലിക്കളിയിലെ പുലിയുടെ വേഷമൊക്കെ ഇട്ട് കുറേ പെയിൻ്റൊക്കെ ചെയ്ത് കുറേ ചേട്ടന്മാർ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് പുലിക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഓണക്കളി കൂടിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, ഇതെന്താണ്? ഇവിടെ കുറേ നല്ല ജമന്തി പൂക്കളും കുറേ ഇലകളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തോരണം ചാർത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ തോരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നിറയെ തോരണം ചാർത്താറുണ്ട്. അപ്പോൾ തോരണം എന്നെങ്ങനെ എഴുതാൻ നോക്കിക്കേ? തോരണം അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ തോരണം എന്ന് എഴുതുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒന്നുമില്ല അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഭംഗിപ്പെടുത്താം. അപ്പോൾ ഭംഗിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? തോരണം വെക്കുന്നു. അപ്പോൾ തോരണം വെച്ചില്ലേ? ഭംഗിയായോ? ഓക്കെ, ഇനി നോക്കിക്കേ അടുത്തത്. ഇതെന്താ മക്കളെ? ഇതിൻ്റെ പേരാണ് ചെണ്ട അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെണ്ടമേളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണമായി കഴിഞ്ഞാൽ ഘോഷയാത്ര നടത്തുമ്പോൾ ചെണ്ടമേളം വേണം അല്ലേ? അപ്പോൾ ചെണ്ടയാണിത്. അപ്പോൾ ചെണ്ട എന്നെങ്ങനെ എഴുതുക? ചെണ്ട അല്ലേ? ഇതുപോലെയാണ് നമുക്ക് ചെണ്ട എന്ന് എഴുതാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഇനി ഇതാരാണ്?
കുഴലാണ് അല്ലേ? കുഴലാണ്. ഇത് വെച്ച് നമ്മൾ എന്ന് പറഞ്ഞ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? പര 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 പപ്പോ എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കാറില്ലേ? അപ്പൊ ഇത് കുഴലാണ് അല്ലേ? അപ്പൊ കുഴൽ എന്നെങ്ങനെ എഴുതുക? കുഴൽ അല്ലേ? ഇതുപോലെയാണ് കുഴൽ എന്ന് എഴുതുന്നത്. അപ്പൊ മിസ്സിന്റെ കൂടെ വായിക്കുക. ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? മുത്തുക്കുട അല്ലേ? ഇതാണ് നമ്മുടെ മുത്തുക്കുട. ഇതെന്തായിരുന്നു? പുലിക്കളി അല്ലേ? ഇത് പുലിക്കളിയാണ്. ഇനി ഇത് നോക്കിക്കേ, ഇതാണ് തോരണം അല്ലേ? തോരണം എന്ന് നമ്മൾ പറയും. ഇനി ഇത് ചെണ്ടയാണ്. ജില്ലും ജില്ലും നമുക്ക് കൊട്ടാനുള്ള ചെണ്ടയാണ് അല്ലേ? ഇതെന്താ മക്കളെ? ഇത് കുഴലാണ്. ഇത്രയും എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പം ഇത്രയും എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കുട്ടികളായിട്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. താങ്ക്